DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരും ഈ വീഡിയോ മുഴുവനായി കാണുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായി ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ 10-ാം തീയതി മുതൽ സംസ്ഥാനത്ത് നടന്നു വന്നിരുന്ന ഏപ്രിൽ മാസ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം പൂർത്തിയായ ഉടനെ 2 മാസത്തെ പെൻഷൻ ഗഡുത്തുകയായ 3200 രൂപയുടെ വിതരണം ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഗഡു കുടിശ്ശിക പെൻഷനും മെയ് മാസത്തെ പെൻഷനും ചേർത്താണ് 3200 രൂപയുടെ വിതരണം ഉണ്ടാവുക എന്നും സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3200 രൂപ ഒരുമിച്ച് ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു. നിലവിൽ 3 മാസത്തെ പെൻഷനാണ് ഉപഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്നത്. 4800 രൂപ വീതം ഓരോരുത്തർക്കും നൽകുവാനുണ്ട്. ഇതിൽ ഒരു ഗഡു കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ധനമന്ത്രി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കുടിശ്ശിക പെൻഷൻ അടുത്ത മാസത്തെ, അതായത് മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ഇന്നലെ അറിയിച്ചത്. 3200 രൂപ വീതം നൽകുവാൻ 1800 കോടി രൂപ ധനവകുപ്പ് നൽകുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ 3200 രൂപയുടെ വിതരണം മെയ് മാസം പകുതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക എന്നാണ് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത്. എങ്കിൽ ഇത്ര നേരത്തെ എന്തിന് വിതരണം പ്രഖ്യാപിച്ചു എന്ന് പലരും ഇന്നലെ ചോദിച്ചിരുന്നു. സംസ്ഥാനത്ത് ഉടനെ തന്നെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തിരഞ്ഞെടുപ്പ് ചട്ടം വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ നിലവിൽ വരികയും അതിനിടയ്ക്ക് സർക്കാരിന് കുടിശ്ശിക പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുവാൻ കഴിയാതെയും വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ വന്നതിനാൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിനിടയിൽ 3200 രൂപയുടെ വിതരണം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ഇതിനുവേണ്ടിയാണ് ധനമന്ത്രി ഇത്രയും നേരത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അതിനാൽ 3200 രൂപയുടെ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുക മെയ് 15-ന് ശേഷമായിരിക്കുമെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊരു സന്തോഷ വാർത്ത, കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കുടിശ്ശികയായിരുന്ന തൊഴിലുറപ്പ് വേതന കുടിശ്ശിക ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ സംസ്ഥാനത്തെ 14 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ 3 കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി 985 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കുടിശ്ശിക വിതരണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസങ്ങളോളമായി തൊഴിലുറപ്പ് വേതനം കുടിശ്ശികയായിരുന്നു. തുക അക്കൗണ്ടുകളിലെത്തിയവർ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക. ഇതുകൂടാതെ ഈ സാമ്പത്തിക വർഷത്തിലെ വേതനത്തിനുള്ള ആദ്യ ഗഡുവായി 96 കോടിയും അനുവദിച്ചതിനാൽ ഈ മാസത്തെ പുതിയ തൊഴിലിനുള്ള വേതനവും ലഭിക്കുവാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.